നമസ്കാരം. സൺഡേ സെറ്റ് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓട്ട്മീൽ പംകിൻ മഫിൻ. ഓട്ട്മീലും പംകിനും കൊണ്ടുള്ള മഫിൻ. ഇതിലേക്കുണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഓട്സ് 3 കപ്പ്, പംകിൻ വേവിച്ച് ഉടച്ചെടുത്തത് 1 കപ്പ്, ക്രഷ്ഡ് വാൾനട്ട് 1/2 കപ്പ്, പംകിൻ സ്പൈസ് 2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, റേസിൻസ് 1/4 കപ്പ്, മുട്ട 2 എണ്ണം, മേപ്പിൾ സിറപ്പ് 1/4 കപ്പ്, ആൽമണ്ട് മിൽക്ക് 1/4 കപ്പ്, സോൾട്ട് 1/2 ടീസ്പൂൺ, കുക്കിംഗ് സ്പ്രേ ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഓവൻ 350 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്യണം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഓട്സിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വാൾനട്ട്, റേസിൻസ്, ബേക്കിംഗ് പൗഡർ, പംകിൻ സ്പൈസ്, സോൾട്ട് എന്നിവയെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പംകിൻ സ്പൈസ് ഹോം മെയ്ഡാണ്. സിന്നമൺ പൗഡർ 1 ടീസ്പൂൺ, നട്ട്മെഗ് 1/4 ടീസ്പൂൺ, കാഡമം 1/2 ടീസ്പൂൺ, ജിഞ്ചർ പൗഡർ 1/4 ടീസ്പൂൺ എന്നിവയെല്ലാം കൂടി പൊടിച്ച് മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലോട്ട് വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യാം. വേവിച്ചുടച്ചെടുത്ത പംകിൻ, എടുത്തു വച്ചിരിക്കുന്ന 2 മുട്ട, കാൽ കപ്പ് മേപ്പിൾ സിറപ്പ്, ഒന്നേകാൽ കപ്പ് ആൽമണ്ട് മിൽക്ക്, എന്നിവയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിൽക്ക് ആൽമണ്ട് മിൽക്കിന് പകരം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മേപ്പിൾ സിറപ്പിന് പകരം ഹണി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മഫിൻ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ മിക്സിനെ മഫിൻ പാനിലോട്ട് ഒഴിക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കുക്കിംഗ് സ്പ്രേ മഫിൻ പാനിലോട്ട് ഇതുപോലെ സ്പ്രേ ചെയ്യണം. ഇനി ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മഫിൻ മിക്സ് 1/4 ഭാഗത്തോളം പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിൽ വെച്ച് 25 തൊട്ട് 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് 25 മിനിറ്റ് ആയി. നമുക്ക് ഓവൻ തുറന്നു നോക്കാം. മഫിൻസ് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്.
നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പംകിൻ ഓട്ട് മഫിൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഓട്ട്മീൽ പംകിൻ മഫിൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.